ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൊപ്പോസിഷൻ എടുത്തിരുന്നു, പക്ഷേ ചെറുതായിട്ട് മാത്രം തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഇന്ന് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് ഒന്ന് റിവിഷനും അതുപോലെ കൂടുതൽ എക്സ്പ്ലനേഷനുമാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അറ്റ് എന്നുള്ള പ്രൊപ്പോസിഷൻ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അറ്റ് എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യപ്പോഴാണ് നമ്മളൊരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ സ്പെസിഫിക് പ്ലേസ് വയ്ക്കുമ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ഹി റീച്ച്ഡ് സ്കൂൾ അറ്റ് 6:30 AM. അതുപോലെ തന്നെ ഹി ലിവ്സ് അറ്റ് ശാസ്ത്രി നഗർ ഇൻ ചെന്നൈ. അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സാക്റ്റ് പ്ലേസസ്, എക്സാക്റ്റ് ടൈം എന്നിവ വരുന്ന സമയത്ത് എന്താ ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഇത് പ്രസന്റ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ് ടെൻസിലെല്ലാം സിൻസ് ആണ് ഉപയോഗിക്കുക. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരാൾ ഒരു എക്സലൻ്റ് ആണ് അല്ലെങ്കിൽ ഗുഡ് ആണ്, അത് ഡിനോട്ട് ചെയ്യാൻ, ഒരു വർക്കിൽ ഗുഡ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക അറ്റാണ്. ഹി ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ഹി ഈസ് ബാഡ് അറ്റ് മാത്തമാറ്റിക്സ്. അങ്ങനെ ഗുഡ് ബാഡ് ഓരോ കാര്യത്തിൽ ഗുഡും ബാഡും ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് അറ്റ്, ബാഡ് അറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യമായിട്ട് ഡിസഗ്രി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. അതേസമയം നമ്മൾ ഒരു പേഴ്സണുമായിട്ടാണ് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ആണോ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിത്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഡിസഗ്രി അറ്റ് യുവർ ബിഹേവിയർ അറ്റ് വയ്ക്കാം. നമ്മൾ എന്താണ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുമായിട്ടല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ടാണ് ഡിസഗ്രി ചെയ്യുന്നത് വെച്ചാൽ അറ്റും, അതേസമയം പേഴ്സണുമായിട്ടാണ് ഡിസഗ്രി ചെയ്യുന്നത് വെച്ചാൽ വിത്തുമാണ് ഉപയോഗിക്കുക. ഐ ഡിസഗ്രി വിത്ത് യു എന്നാണ് വയ്ക്കുക. നമ്മളൊരു മാറ്ററിൻ്റെ മേൽ ഡിസഗ്രി ആവുക അല്ലെങ്കിൽ അന്വയി ആവുക, ആ സമയത്ത് എന്താ വയ്ക്കുക? അറ്റാണ് വെക്കേണ്ടത്. അതേസമയം ഒരു പേഴ്സണുമായിട്ടാണ് നമ്മൾ ഡിസഗ്രി അല്ലെങ്കിൽ അന്വയി ആവുന്നത്, അപ്പോൾ വെക്കേണ്ടത് വിത്താണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ സിറ്റുവേറ്റഡ് അറ്റ്, ലൊക്കേറ്റഡ് അറ്റ്, അങ്ങനെയാണ് വെക്കുക. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ബാങ്ക് ഓഫ് യമുന. പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ജസ്റ്റ് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഹി സ്റ്റോപ്ഡ് അറ്റ് കോഴിക്കോട് ഓൺ ഹിസ് വേ ടു കാശ്മീർ. കാശ്മീരിലേക്ക് പോകുമ്പോഴേ എവിടെ സ്റ്റോപ്പ് ചെയ്തു? കോഴിക്കോടിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരെവിടെ നമ്മൾ ഹാൾട്ട് ഉണ്ട് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് അറ്റ് നൂൺ, അറ്റ് ഡസ്ക്, അറ്റ് ഡോൺ, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദ വീക്കെൻഡ്, അറ്റ് ബെഡ് ടൈം. ഇവിടെയെല്ലാം നമ്മൾ വയ്ക്കുക അറ്റാണ് വയ്ക്കുക. അതുപോലെ തന്നെ അറ്റ് സെയിം ടൈം, അറ്റ് പ്രസന്റ്, അറ്റ് എനി ടൈം, ഹി വിൽ വിസിറ്റ് ദിസ് ഓഫീസ് അറ്റ് എനി ടൈം. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വയ്ക്കുക അറ്റാണ് വയ്ക്കുക. ഈ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും കോമൺ ആണ്. പിന്നെ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കണ്ടീഷൻസ് പ്രസ്താവിക്കാൻ വേണ്ടി അറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ അറ്റ് വാർ. അപ്പോൾ രണ്ടുപേരും യുദ്ധത്തിലാണ്, ആ ഒരു കണ്ടീഷനിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. അതുപോലെ ദ ബോൾ ഈസ് അറ്റ് റെസ്റ്റ്. എന്താണ്? ബോൾ ഉരുളാതെ അവിടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? അറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ലുക്ക്, സ്റ്റെയർ, അവൻ്റെ അവിടെയെല്ലാം പീപ്പ്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ലുക്ക് നോക്കുക, സ്റ്റെയർ തുറിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവിടെയൊക്കെ സാധാരണ അറ്റ് ഉപയോഗിക്കും. പക്ഷെ ഇതില്ലാതെ ഫ്രേസ് കൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക കേട്ടില്ലേ, അത് വേറെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കാര്യം നോക്കുക, ലുക്ക് അറ്റ് ദിസ് പെൻ, ഈ പേന നോക്കുക. ഡോണ്ട് സ്റ്റെയർ അറ്റ് ഗേൾസിനെ തുറിച്ച് നോക്കരുത്. ഇങ്ങനെയുള്ളവിടെയെല്ലാം എന്താ ഉപയോഗിക്കുക? അറ്റാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് എമൗണ്ട്, നമ്പർ, പ്രൈസ്, സ്പീഡ്, ഇവയൊക്കെ കാണിക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? ഇവ കാണിക്കാൻ വേണ്ടിയും നമ്മൾ അറ്റ് ഉപയോഗിക്കും. അറ്റ് എ സ്പീഡ് ഓഫ് 90 kmph. അപ്പോൾ ഇങ്ങനെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു കേസാണ് നമ്മൾ പ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹി ബോട്ട് ദ ആപ്പിൾസ് അറ്റ് എ പ്രൈസ് ഓഫ് 30 rupees per kg. അപ്പോൾ ഇങ്ങനെ പ്രൈസ് കാണിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്പർ, ദ സ്ട്രെങ്ത് ഓഫ് ദി ഓഫീസ് ഈസ് ഫിക്സഡ് അറ്റ് 90 numbers. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏജ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ഗോട്ട് ദ ഗവൺമെന്റ് ജോബ് അറ്റ് ദി ഏജ് ഓഫ് 25.
അതുപോലെ തന്നെ ഹി വിൽ റിട്ടയർ അറ്റ് ദി ഏജ് ഓഫ് 60. അങ്ങനെയുള്ള അവിടെ ഉപയോഗിക്കുന്നതാണ്, ഏജ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറ്റ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, ഒന്ന് എക്സാക്ട് പ്ലേസസ്, അതുപോലെ എക്സാക്ട് ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അറ്റ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, വി ക്യാൻ മീറ്റ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ, നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മീറ്റ് കാണാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്ലേസിൽ താമസിക്കുകയാണ്, ഹി ലിവ്സ് അറ്റ് ശാസ്ത്രി നഗർ. അങ്ങനെയുള്ള എക്സാക്ട് ലൊക്കേഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ എക്സാക്ട് ടൈം കാണിക്കുന്ന സമയത്ത് അറ്റാണ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു, നമ്മൾ ഏതിലെങ്കിലും വളരെ ഗുഡോ അല്ലെങ്കിൽ ബാഡോ ആണെങ്കിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഗുഡാണ് ഉപയോഗിക്കുക. ഹി ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, അതുപോലെ ഹി ഈസ് ബാഡ് അറ്റ് മാത്തമാറ്റിക്സ്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു മാറ്ററിൻ്റെ മേലെ, മാറ്റർ പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ മേലെ നമ്മൾ ഡിസഗ്രി ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരികയാണ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സിറ്റുവേറ്റഡ്, ലൊക്കേറ്റഡ്, അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇടയിൽ ഹാൾട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. ഹി സ്റ്റോപ്ഡ് അറ്റ് ബാംഗ്ലൂർ ഓൺ ഹിസ് വേ ടു ഡൽഹി. ഓക്കെ, അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കാം. പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് യൂഷ്വല് അറ്റ് നേര, അറ്റ് നോൺ, അറ്റ് ഡൗൺ, അറ്റ് ഡസ്ക്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് വീക്കെൻഡ്, അറ്റ് ബെഡ് ടൈം. ഇവിടെയെല്ലാം സ്പെസിഫിക് ആണ്, അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. പിന്നെയുള്ള ഒരു അതാണ് അറ്റ് സെയിം ടൈം, അറ്റ് പ്രസൻറ്റ്, അറ്റ് എനി ടൈം. അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. അറ്റ് പ്രസൻറ്റ് ദർ ഇസ് നോ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ ദം. ഈ സമയത്ത് ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ അവർ തമ്മിൽ ഒരു ആർഗ്യുമെന്റും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് പീസ്. അറ്റ് പീസ് ഒക്കെ എപ്പോഴാണ് ഒരു കണ്ടീഷൻസ്, അതായത് ഒരു സ്റ്റേറ്റിനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അറ്റ് പീസ്. ദ ബോൾ ഈസ് അറ്റ് റെസ്റ്റ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള കണ്ടീഷനെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ നേരെ നായയൊക്കെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന ഒരു സബ്ജക്റ്റ്, അവിടെ നമ്മൾ ഉപയോഗിക്കുക അറ്റാണ്. ദ ഡോഗ് ബാർക്സ് അറ്റ് മീ, ദ ബോൾ വാസ് ത്രോൺ അറ്റ് മീ. അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കോമൺ ആയിട്ടാണ് ലുക്ക് അറ്റ്, സ്റ്റെയർ അറ്റ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്താണ് അറ്റാണ് ഉപയോഗിക്കുക, സാധാരണ ഉപയോഗിക്കുക. പക്ഷെ ലുക്കിൽ ഒരുപാട് ഫ്രേസസ് ഉണ്ട്, അത് ഞാൻ പിന്നീട് ഒരു ഫ്രേസ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ലുക്ക് ഇൻ ടു, ലുക്ക് ഔട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഫ്രേസ് ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ എമൗണ്ട്, നമ്പർ, പ്രൈസ്, സ്പീഡ് ഇവ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഹി റൈഡ്സ് എ ബൈസൈക്കിൾ അറ്റ് 60 km/h. അതുപോലെ തന്നെ പ്രൈസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ ഏജ് കാണിക്കാൻ വേണ്ടിയെല്ലാം നമ്മൾ എന്ത് ചെയ്യാം അറ്റ് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ഓൺ. ഈ ഓൺ എപ്പോഴും ഉപയോഗിക്കുക, ഓൺ ഉപയോഗിക്കുക നമ്മൾ ഒരു സർഫസിൻ്റെ മേലെ, അതായത് കവേർഡ് അല്ലാത്ത സർഫസിൻ്റെ മേലെ അതിനെ ടച്ച് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക, ഓൺ ഉപയോഗിക്കും. ദ അയൺ ബോക്സ് ഈസ് ഓൺ ദ ടേബിൾ. അപ്പോൾ എന്താണ്, നമ്മുടെ ടേബിളിൻ്റെ മേലെ അയൺ ബോക്സ് ഉണ്ട്, അങ്ങനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഓൺ വേറെ എവിടേക്ക് ഉപയോഗിക്കാം, ഓൺ വന്നിട്ട് ഡേയ്സിൻ്റെ മുമ്പിൽ ഉപയോഗിക്കാം. ഗാന്ധിജി വാസ് ബോൺ ഓൺ October 2nd. അപ്പോൾ ഗാന്ധിജി ജനിച്ചത് October 2nd-നാണ്. നമ്മൾ മന്തിൻ്റെ മുമ്പിൽ ഇന്നാണ് വെക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ അവിടെ ഒരു ഡേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഓൺ വെക്കണം. ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October എന്ന് വെക്കാം, അതുപോലെ ബോൺ ഓൺ October 2nd, എങ്ങനെയാണെങ്കിലും ഓണാണ് വെക്കുക. അതേസമയം നമ്മളൊരു മന്തിൻ്റെ കാര്യം മാത്രം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നാണ് വെക്കേണ്ടത്. ഗാന്ധിജി വാസ് ബോൺ ഇൻ October. പിന്നെ നമ്മൾ ഡേയ്സിന് മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ നടക്കുകയാണ്, നമ്മൾ ഒരു ഓഫീസിലേക്ക് നടക്കുകയാണ്, ഓഫീസിലേക്ക് റീച്ച് ചെയ്ത് നടന്നിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഹി റീച്ച് ഓഫീസ് ഓൺ ഫുട്ട്. നമ്മൾ നടന്നിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് വെച്ചാൽ ഓൺ ഫുട്ടാണ് വെക്കുക, അത് മറക്കരുത്, അത് സാധാരണ ചോദിക്കുന്നതാണ്. അതേസമയം നമ്മൾ ബാക്കിയുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് വെച്ചാൽ ബൈ ആണ് യൂസ് ചെയ്യുക. ബൈ റെയിൽ, ബൈ റോഡ്, അത് ഞാൻ പറയുന്നുണ്ട്. അടുത്തതാണ്
തുറസായ ബിൽഡിംഗ് അല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് വെച്ചാൽ, അവിടെയും നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കുക. ഓൺ എ ഫാം, ഓൺ ആൻ എസ്റ്റേറ്റ്, ഓൺ എ പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഓൺ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഓൺ ഉപയോഗിക്കുന്ന സാധാരണ കോമൺ അതൊക്കെയാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു കവേർഡ് അല്ലാത്ത സർഫസിന്റെ മേലെയാണ് വെച്ചാൽ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആണ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ ടേബിൾ, അങ്ങനെയുള്ള ഇവിടെയെല്ലാം ഓൺ ആണ് ഉപയോഗിക്കുക. അതുപോലെ ഡേയ്സിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ നമ്മൾ നടന്നിട്ടാണ് ഒരു സ്ഥലത്തിലേക്ക് പോകുന്നത് വെച്ചാൽ അവിടെയും ഉപയോഗിക്കുക ഓൺ ഫുട്ട്. ഓൺ ഫുട്ടാണ്, ബൈ ഫുട്ട് ഒരിക്കലുമില്ല, അത് ഓർത്ത് വയ്ക്കും. പിന്നെയാണ് നമ്മളൊരു ഫാം അല്ലെങ്കിൽ വേറെ എസ്റ്റേറ്റ് അങ്ങനെയുള്ള തുറസായ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നതൊക്കെ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് വയ്ക്കുക. ഹി വർക്ക്സ് ഓൺ എ ഫാം, അവനൊരു ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഹി വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ, പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ഇന്ന്. ഇന്ന് ഉപയോഗിക്കുക നമ്മൾ പ്രത്യേക സ്ഥലമല്ലാതെ ഒരു വലിയ സ്ഥലം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുക. താലൂക്ക്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ കോണ്ടിനൻസ്, കൺട്രീസ്, ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജു ലിവ്സ് ഇൻ അമേരിക്ക. അപ്പോൾ അമേരിക്കൻ്റെ മുമ്പിൽ എന്ത് വെച്ച് ഇന്നാണ് വയ്ക്കുക. കാരണം വലിയ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വലിയ നഗരങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, നമ്മളൊരു എക്സാക്ട് പ്ലേസ് അല്ലാതെ നമ്മളൊരു സ്ഥലത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇയറിൻ്റെ മുമ്പിൽ, സീസണുകളുടെ മുമ്പിൽ, അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ മാർച്ച്, അപ്പോൾ മാസങ്ങളുടെ മുമ്പിൽ. അതുപോലെ തന്നെ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അപ്പോൾ ഇവിടെയെല്ലാം അതായത് ഇയറിൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ വർഷങ്ങളുടെ മുമ്പിൽ, സീസണിൻ്റെ മുമ്പിൽ, ഇവയുടെയെല്ലാം മുമ്പിൽ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ പ്രൈഡ് ഇന്നാണ് ഉപയോഗിക്കുക. പ്രൗഡ് ഓഫ് ആണ് ഉപയോഗിക്കുക. ബ്ലൈൻഡ് ഇൻ, ബ്ലൈൻഡ് ഓഫ്. ഹീസ് ബ്ലൈൻഡ് ഇൻ ഹിസ് ലെഫ്റ്റ് ഐ, അവൻ്റെ ഇടത് കണ്ണിൽ കാഴ്ച ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ബ്ലൈൻഡ് ഇന്നാണ്. ഹീസ് വീക്ക്, വീക്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക വീക്ക് പറഞ്ഞാൽ ദുർബലൻ കേട്ടോ, WEAK, വീക്ക്, ദുർബലൻ എന്നുള്ളത്. ഹീസ് വീക്ക് ഇൻ, അങ്ങനെയുള്ളവിടെയൊക്കെ വീക്ക് ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ ഇൻ്റലിജൻറ്റ് ഇൻ, അവിടെ എന്താ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുക, സാധാരണ വരിക ഇന്നായിരിക്കും വരിക. നമ്മൾ എക്സാമ്പിളൊക്കെ കാണുമ്പോൾ അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ഇൻ, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ തിങ്സ്, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് നോവൽസ്, അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. ഇനി നമ്മളൊരു മോഡ് ഓഫ് പേയ്മെൻ്റ് ഉണ്ട്. മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ ക്യാഷിൽ അല്ലെങ്കിൽ കറൻസി ആണെങ്കിൽ ഇൻ ക്യാഷ് അല്ലെങ്കിൽ ഇൻ കറൻസി ആണ്. അതേസമയം അതർ മോഡ് ഓഫ് പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക. ബൈ ചെക്ക്, ബൈ DD. അതേസമയം ഇൻ ക്യാഷ്, ഹി പെയ്ഡ് ദ ഫീസ് ഇൻ ക്യാഷ്. അതുപോലെ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റഡ് ഇൻ, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ്. പിന്നെ വാച്ച് അല്ലാതെ ബാക്കിയുള്ള ഏതെങ്കിലും ഡിവൈസ് വെച്ച് നമ്മൾ സെയിം ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് 6:30 ഇൻ മൈ മൊബൈൽ, എൻ്റെ മൊബൈലിൽ കാണിക്കുന്നത് എത്രയാണ് 6:30 ആണ് കാണിക്കുന്നത്. മൊബൈൽ വേറെ വാച്ച് അല്ലാതെ ബാക്കി ഏതെങ്കിലും വസ്തു വെച്ചിട്ട് നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യണം വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ സമ്മർ, ഇൻ ദ മന്ത് ഓഫ്, ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ, അവിടെയെല്ലാം ഇന്നാണ് വയ്ക്കുക. ഹി യൂസ്ഡ് ടു ഗോ ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്. പിന്നെ ഇതല്ലാതെ ഇന്ന് ഉപയോഗിക്കുക നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഹി വാസ് അഡ്മിറ്റഡ് ഇൻ ICU, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. അപ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക, നമ്മൾ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ഇതല്ലാതെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മളൊരു വസ്തു ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ബോക്സിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സർഫസിൻ്റെ ബാക്കിയുള്ള അവിടെയെല്ലാം കവേർഡ് ആണ് വെച്ചാൽ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ്, ബോൾ ഇതിലാണ് ബോക്സിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയെല്ലാം അവിടെ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അതില്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കാറിലോ അങ്ങനെ നമ്മൾ ഉള്ളിൽ നിൽക്കാൻ കഴിയാത്ത ഒരു വണ്ടിയിൽ പോവുകയാണ് വെച്ചാൽ, എക്സാമ്പിൾ കാർ, അവിടെ നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ വരണം, അല്ലെങ്കിൽ ഹിസ്, ഹെർ. എക്സാമ്പിൾ പറയാം, ഹി വെന്റ് ടു ട്രിവാൻഡ്രം ഇൻ എ കാർ, അല്ലെങ്കിൽ ഹി വെന്റ് ടു ട്രിവാൻഡ്രം ഇൻ ഹിസ് ഫ്രണ്ട്സ് കാർ, ഹി വെന്റ് ടു ട്രിവാൻഡ്രം ഇൻ ഹെർ കാർ. അപ്പോൾ അവിടെ
ഈ ഇന്ന് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഹിസ്, ഹെർ, ദാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നാണ് ഉപയോഗിക്കുക. അതേസമയം അവിടെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ വേറെ ഇതൊന്നുമില്ല വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ബൈ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിൽ തന്നെ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ മേലെ നിൽക്കാൻ പറ്റുകയാണ്. ഇപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ മേലെ നിൽക്കാം, ബൈസിക്കിളിൻ്റെ മേലെ നിൽക്കാം, അതുപോലെ ഈ അനിമൽസ് ആയ ക്യാമല്, എലഫന്റ് ഇവയുടെ മേലെയെല്ലാം നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിൽക്കാൻ പറ്റുന്ന നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ എയറോപ്ലെയിൻ, ട്രെയിന്, അവിടെയെല്ലാം നമുക്ക് വലിയ വണ്ടികളിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ബസ്, അവിടെയെല്ലാം നമുക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഹി വെന്റ് ടു കൊച്ചി ഓൺ എ ബസ്സാണ്. ഓക്കെ, ഈ വണ്ടികളെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നത്, ഒന്ന് വലിയ വണ്ടികൾ, അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന വണ്ടികളാണ് വെച്ചാൽ അവിടെ ഓണും. ബൈസിക്കിൾ അതുപോലെയുള്ള വണ്ടികൾ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് അവിടെയും ഓണാണ് വയ്ക്കുക. അതുപോലെ ക്യാമൽ, എലിഫന്റ് അവിടെയും ഓണാണ് വയ്ക്കുക. അതേസമയം ഓട്ടോറിക്ഷ, കാറ് ഇവിടെയെല്ലാം വയ്ക്കുക നമ്മൾ ഇന്നാണ് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഓണും ഇന്നും കൂടി ഒരിക്കൽ കൂടി പറയാം. ഓൺ വയ്ക്കുന്നത് എക്സാക്ട് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു വസ്തു ഒരു എൻക്ലോസ് ചെയ്യാത്ത ഒരു സർഫസിന്റെ മേലെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ ഓൺ ആണ് ഉപയോഗിക്കുക. അതുപോലെ തുറസായ സ്ഥലങ്ങളിലുള്ള ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കുക. ഹി വർക്ക്സ് ഓൺ എ ഫാം, ഹി വർക്ക്സ് ഓൺ എ പ്ലാന്റേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതില്ലാതെ ഒരു നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിലാണ് വെച്ചാൽ അവിടെ ഒരു ആർട്ടിക്കിളും അല്ലെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ ഒക്കെ വരുന്ന ഒരവിടെ നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കാം. അതിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഹി വെന്റ് ടു കൊച്ചി ഓൺ എ ബസ്, ഹി വെന്റ് ടു കൊച്ചി ഓൺ എ ട്രെയിന്, അങ്ങനെയുള്ള അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ വരണം, അല്ലെങ്കിൽ ഹിസ്, ഹെർ, ദാറ്റ് അങ്ങനെയുള്ള ഇത് വരുന്ന സമയത്താണ് നമ്മളവിടെ ഓൺ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കുന്നത്. അതേസമയം ആർട്ടിക്കിള് അല്ലെങ്കിൽ ദാറ്റ്, ദിസ്, ഹെർ, ഹിസ് അങ്ങനെയുള്ളതൊന്നും വരാത്തതോടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ബൈ ആണ് ഉപയോഗിക്കുക. ഇനി ഇന്ന് എവിടെയൊക്കെ ഉപയോഗിക്കുക? ഇന്ന് നമ്മൾ രാജ്യങ്ങൾ, കൺട്രീസ്, കോണ്ടിനെന്റ്, ഡിസ്ട്രിക്റ്റ് നമ്മളൊരു എക്സാക്റ്റ് ലൊക്കേഷൻ അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലം പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്നവയാണ് ഇന്ന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീസണുകൾ, അതുപോലെ വർഷങ്ങളുടെ മുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. പ്രൈഡ് ഇന്ന് ഉപയോഗിക്കുക, പ്രൗഡ് ഓഫ് ആണ് ഉപയോഗിക്കുക. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് യൂഷ്വലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഹി ഈസ് പ്രൈഡ് ഇൻ ഹിസ് അച്ചീവ്മെന്റ്സ്, പ്രൈഡ് വെക്കുന്ന സമയത്ത് ഇന്നാണ് വെക്കുക. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിൽ കാണാണ്ടിരിക്കുക. ബ്ലൈൻഡ് ഇൻ, ഹി ഈസ് ബ്ലൈൻഡ് ഇൻ ഹിസ് ലെഫ്റ്റ് ഐ പറഞ്ഞാൽ എന്താണ്? അവന് അടുത്ത് കണ്ണ് കാഴ്ചയില്ല എന്നുള്ള അർത്ഥമാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇന്റലിജന്റ് ഇന്നാണ് വെക്കുക. അതുപോലെ നമ്മളൊരു മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷിലാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഇൻ ക്യാഷ് അല്ലെങ്കിൽ ഇൻ കറൻസി എന്നാണ് ഉപയോഗിക്കുക. ഹി പെയ്ഡ് ദ ഫീസ് ഇൻ ക്യാഷ്, ഇൻ കറൻസി അങ്ങനെയൊക്കെയാണ് വെക്കുക. അതില്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെ മുമ്പിൽ നമ്മൾ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെക്കുക? നമ്മൾ ഇന്നാണ് വെക്കുക. ഇന്ന് വെക്കേണ്ട കണ്ടീഷൻ വേറെ എന്താണ്? ആ ഒരു വണ്ടിയിൽ നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. നമ്മളെന്താ ചെയ്യുക? നമുക്ക് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എക്സാമ്പിളാണ് കാറ്, ടാക്സി, അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ഇന്നാണ് വെക്കുക. അതുപോലെ ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ തിങ്സ് പഠിക്കാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയുള്ളവിടെയൊക്കെ എന്താ വെക്കുക? ഇന്നാണ് വെക്കുക. പിന്നെ വാച്ച് അല്ലാതെ ബാക്കിയുള്ള മീൻസിൽ നമ്മൾ ടൈം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ഇന്നാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് 10 o'clock ഇൻ മൈ ലാപ്ടോപ്പ്. ഓക്കെ, അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ സമ്മർ, ഇൻ ദ മന്ത്, ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ എന്നിവയൊക്കെ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കാണുന്നത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കും. ഹി വാസ് അഡ്മിറ്റഡ് ഇൻ ICU യൂണിറ്റ്, അങ്ങനെയുള്ളവിടെ നമ്മൾ ഉപയോഗിക്കുക ഇന്നാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ബൈ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക നോക്കാം. നമ്മളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണ്, ആ ഒരു സമയത്ത് ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക. ബൈ റെയിൽ, ബൈ റോഡ്, ബൈ വാട്ടർ, ബൈ റിവർ അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക
എന്താണ് ബൈ ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വെന്റ് ടു ഫ്രാൻസ് ബൈ എയർ. അപ്പോൾ എന്താണ് നമ്മൾ ഫ്രാൻസിലേക്ക് പോയത് വായുവിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു ഇത് പറയാനാണ് മോഡ് ഓഫ് ഇത് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക ബൈ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇപ്പോൾ ഏത് വണ്ടിയിലാണ് പോയത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ ഉപയോഗിക്കാം. ഹി വെന്റ് ടു ഫ്രാൻസ് ബൈ എയറോപ്ലെയിനിലാണ് പോയത്. പക്ഷേ ഹി വെന്റ് ടു ട്രിവാൻഡ്രം ബൈ ടാക്സി. പക്ഷേ ഇതേ ഒരു കണ്ടീഷൻ നമ്മൾ ബൈ ഇല്ലാതെ അവിടെ ഒരു ആർട്ടിക്കിൾ വരികയാണ്. ബൈ എ ടാക്സി എന്ന് പറയില്ല, ബൈ എ കാർ എന്ന് പറയില്ല, ഇന്നേ ടാക്സി ഇന്നേ കാർ അങ്ങനെ പറയാം. ഓക്കെ, ഓൺ ആൻ എയറോപ്ലെയിൻ അങ്ങനെ പറയുക. അതായത് ആർട്ടിക്കിള് അല്ലെങ്കിൽ ഹിസ്, ഹെർ, ദാറ്റ്, ദിസ്, യുവർ, മൈ അങ്ങനെയുള്ള പൊസസീവ് എല്ലാം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ബൈ. അതേസമയം ഇങ്ങനെയുള്ള പൊസസീവും അല്ലെങ്കിൽ ആർട്ടിക്കിളൊക്കെ വന്ന സമയത്ത് ഇന്നോ അല്ലെങ്കിൽ ഓണോ ആയിരിക്കും ഉപയോഗിക്കുക. ഇന്ന് ഉപയോഗിക്കുക നമ്മൾ നിൽക്കാൻ കഴിയാത്ത ചെറിയ വണ്ടികളിലാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുക. അതേസമയം ഓൺ ഉപയോഗിക്കുക നമ്മൾ നിൽക്കാൻ കഴിയുന്ന വലിയ വണ്ടികളിലാണ് ഉപയോഗിക്കുക. അതുപോലെ നടന്നിട്ട്, അതുപോലെ ഷിപ്പ്, എയറോപ്ലെയിന്, അതുപോലെ ഹോഴ്സ്, ക്യാമൽ, എലിഫന്റ് അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓണാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് ബൈ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യണം, അത് ആരാണ് ചെയ്തത് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ഉപയോഗിക്കാം. എസ്പെഷ്യലി പാസീവ് വോയിസിൽ ഡൂയറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ബൈ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു, രാവണ വാസ് കിൽഡ് ബൈ രാമ, രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ രാമനെ ചൂണ്ടിക്കാണിക്കാനാണ് ബൈ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ നമ്മളൊരു ടൈം ഡിനോട്ട് ചെയ്യണം, ടൈം കാണിക്കണം. അപ്പോൾ വാച്ചിലൊക്കെ നമ്മൾ ടൈം കാണിക്കുന്ന സമയത്ത് എന്താ ഉപയോഗിക്കുക? ബൈ ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് 6:30 ബൈ മൈ വാച്ച്. അപ്പോൾ വാച്ചിലൊക്കെ നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യണം വെച്ചാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ബൈ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഫ്യൂച്ചർ ടൈമിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ നമ്മൾ ഒരു ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക? ബൈ ആണ് ഉപയോഗിക്കുക. ഐ വിൽ കംപ്ലീറ്റ് ദിസ് വർക്ക് ബൈ 3 PM. ഞാൻ ഈ വർക്ക് 3 മണിയോടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളവിടെ ബൈ ആണ് ഉപയോഗിക്കുക. അതുപോലെ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഹി വിൽ ഹാവ് റിട്ടേൺഡ് ഫ്രം ന്യൂയോർക്ക്. അങ്ങനെയുള്ളവിടെ എല്ലാം ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബൈ ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മോഡ് ഓഫ് പേയ്മെൻറ്റ്. മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ? ക്യാഷും കറൻസിയും അല്ലാതെ ബാക്കിയുള്ള അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക. ഹി പെയ്ഡ് ദ ഫീസ് ബൈ ചെക്ക്. ചെക്ക് കൊണ്ടാണ് അത് അടച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ബൈ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഇതിൻ്റെ തൊട്ടടുത്താണ്, ഏതിൻ്റെയെങ്കിലും വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും തൊട്ടടുത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ബൈ ഉപയോഗിക്കാം. ഹി സാറ്റ് ബൈ ഹെർ, അവൻ്റെ അടുത്ത് ഇരുന്നു എന്നുള്ള ലെവലിൽ ഉപയോഗിക്കാം. ഹി സാറ്റ് ബിസൈഡും വയ്ക്കാം. ഹി സാറ്റ് ബൈ ഹെർ പറഞ്ഞാൽ അടുത്തിരുന്നു എന്നുള്ള ലെവലിൽ, അവൻ്റെ അടുത്തിരുന്നു, അവളുടെ അടുത്തിരുന്നു എന്നുള്ള ലെവലിലും ബൈ ഉപയോഗിക്കും. അപ്പോൾ ബൈ അവിടെയൊക്കെ ഉപയോഗിക്കാം. ഒന്നാമത്തത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഏത് വണ്ടിയിലാണോ അങ്ങനെയുള്ള അവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാസീവ് വോയിസിൽ ഡൂയറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ അവിടെ ഉപയോഗിക്കാം മോഡ് ഓഫ് പേയ്മെൻറ്റിൽ, അതുപോലെ ഫ്യൂച്ചർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക. ഇനി ഇന്നിലൊരു ഞാനൊരു ഇത് മറന്നുപോയി. നമ്മളൊരു വർക്ക് ഇന്ന ടൈമിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈം എടുക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇനി ഉപയോഗിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ട്രെയിൻ ഫ്രം ട്രിവാൻഡ്രം ടു പാലക്കാട് വിൽ റീച്ച് ഇൻ 8 hours. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാടിലേക്ക് ട്രെയിനിൽ വരാൻ 8 മണിക്കൂർ എടുക്കും. 8 മണിക്കൂർ എന്തായാലും ആവും എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഉപയോഗിക്കുക. അതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. തലേ ദിവസത്തെ ഹിന്ദുവിലെ പ്രൊപ്പോസിഷൻസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ച് നോക്കാം. ഇടുക്കി വിറ്റ്നസ്ഡ് എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ ഓൺ ഫ്രൈഡേ. ഫ്രൈഡേയിൽ റെയിൻഫാൾ കണ്ടിരുന്നു. ആൻഡ് വാട്ടർ ലെവൽ റോസ് ബൈ നിയർലി 6 feet. വാട്ടർ ലെവൽ എന്തായി? 6 feet ഉയർന്നു. അവിടെയൊക്കെ വെച്ചത് ബൈ ആണ് വെച്ചത്. ദ റെയിൻ ദാറ്റ് ബിഗാൻ ഓൺ ഫ്രൈഡേ. ഫ്രൈഡേയിൽ ആരംഭിച്ചതാണ്. ഹെവി റെയിൻ ഫ്ലഡഡ് മെനി ഷോപ്സ് ആൻഡ് ഹൗസസ് ഇൻ ദ ഡിസ്ട്രിക്റ്റ്. കണ്ടില്ലേ, നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെയൊക്കെ മുമ്പ് വയ്ക്കാം ഇന്നാണ് വയ്ക്കാം. ഇൻ ദ ഡിസ്ട്രിക്റ്റ്, ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിനെ ഓൾറെഡി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചത് ഇന്ത. റിപ്പോർട്ടഡ് ലാൻഡ് സ്ലിപ്പ് അറ്റ് പുട്ടടി. കേട്ടോ, ലോക്കൽ പ്ലേസിനെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക അറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 4-member ഫാമിലി ട്രാപ്ഡ് ഇൻ എ വാട്ടർ ലോഗ്ഡ് ഹൗസ്. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അകപ്പെട്ടപ്പോഴാണ് ഇന്ന് ഉപയോഗിച്ചത്. അവിടെ
ഇനി അടുത്ത് പറയുന്നത് വെച്ചാൽ അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ അലീഗഡ് ഇൻ അസംബ്ലിയിൽ ഉന്നയിച്ചു, ആരോപിച്ചു. അലീഗഡ് ഇൻ ദ അസംബ്ലി ദാറ്റ് ദ സെൻട്രൽ ഹാഡ് കൺസിസ്റ്റന്റ്ലി ഷോൺ എ പൊളിറ്റിക്കൽ ബയസ്. അതല്ലാതെ പിന്നെ പേപ്പറുകളിൽ ചെറുത് വെറുതായിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് വായിച്ചു വിടണമെന്നു. ദ മീറ്റിംഗ് ഷെഡ്യൂൾഡ് ലേറ്റർ ഇൻ ദ ഡേ, ശേഷം ആ ദിവസത്തിൽ പിന്നീട് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഡ് ഔട്ട് ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഹൈഡ് ഔട്ടുകൾ. ദ നെഗോഷിയേഷൻ ലെഡ് ബൈ മിസ്റ്റർ ആസിഫ്. ആരാണ് നെഗോഷിയേഷൻ ലെഡ് ചെയ്തത്? ആസിഫാണ് ലെഡ് ചെയ്തത്. വിൽ പ്രൈമർലി ഫോക്കസ് ഓൺ, എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് മെഷേഴ്സിലാണ് മെഷേഴ്സ്. ഓക്കെ. താലിബാൻ സ്പോക്ക് പേഴ്സൺ സോഷ്യൽ മീഡിയ പോസ്റ്റ് കേട്ടോ, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവെച്ചത്. പക്ഷെ നമ്മൾ പോസ്റ്റ് ചെയ്യുക എക്സിലാണ്. ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ദ പോസ്റ്റ് ഹി പോസ്റ്റഡ് ഓൺ എക്സ് ആണ് വയ്ക്കുക. ഹി പോസ്റ്റഡ് ഓൺ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹി പോസ്റ്റഡ് ഓൺ എക്സ്, ഹി പോസ്റ്റഡ് ഓൺ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ഇവിടെ വയ്ക്കും. ഓക്കെ. അതേസമയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത, അപ്പോൾ ഹി പോസ്റ്റഡ് ഇൻ സോഷ്യൽ മീഡിയ, അങ്ങനെ ഉപയോഗിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.